ഹലോ വെൽക്കം ടു ന്യൂമിക്സ് ലേണിംഗ്സ്. ഇറ്റ്സ് മീ അഫീഫ് അലി പി ടി. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ 10ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ്, ബഹുപദങ്ങളും സമവാക്യങ്ങളും എന്ന ചാപ്റ്ററിലെ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും, ഇതൊരു ചെറിയ വീഡിയോ ആണ്, എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ പെട്ടെന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. റെഡിയല്ലേ? അപ്പൊ നമ്മൾ നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? കൺസിഡർ ദി പോളിനോമിയൽ p of x is equal to x square minus 8x plus 12. നമ്മുടെ കയ്യിൽ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, p of x തന്നിട്ടുണ്ട്. p of x is equal to x square minus 8x plus 12 തന്നിട്ടുണ്ട്. ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്, ഒരു രണ്ടാകൃതി ബഹുപദമാണ്. നോക്കാം. ഇനി a ക്വസ്റ്റ്യൻ എന്താ? If p of x is equal to x minus a into x minus b, then what is a plus b and a into b? എടാ, ഈ p of x is equal to ഈ സാധനത്തിനെ നമ്മൾ x minus a into x minus b എന്നുള്ള രൂപത്തിലേക്ക് മാറ്റിയാൽ a plus b and a into b, a plus b എന്തായിരിക്കും, a into b എന്തായിരിക്കും എന്നാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോവാണ്. എന്താ? x minus a into x minus b, x minus a into x minus b is equal to, ഇതെന്താണെന്ന് നമുക്കറിയാം. എന്താ? x square minus a plus b, x square minus a plus b plus ab എന്നാണ്. അതിന് സമാനമായിട്ട് ഇവിടെ നമുക്ക് വന്നത് എന്താ? x square minus 8x, ഇവിടെ x ഉണ്ട് കേട്ടോ, 8x plus 12 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഒന്ന് നോക്കിക്കേ, ഇവിടെ a പ്ലസ് ബിക്ക് പകരം വന്നത് എന്താണ്? 8 ആണ്. a bക്ക് പകരം വന്നത് എത്രയാണ്? 12 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? x മൈനസ് a ഇൻറ്റു x മൈനസ് ബി സമം x സ്ക്വയർ മൈനസ് a പ്ലസ് ബി ഇൻറ്റു x പ്ലസ് എ ബി ആണ്. ആ രൂപത്തിൽ ഈ ഇക്വേഷൻ, ഈ തന്ന ഇക്വേഷൻ എഴുതിയാൽ ഇവിടെ a പ്ലസ് ബിക്ക് പകരം കിടക്കുന്നത് എന്താണ്? 8 ആണ്. a ഇൻറ്റു ബിക്ക് പകരം കിടക്കുന്നത് എന്താണ്? 12 ആണ്. അപ്പൊ a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 8 ആൻഡ് എ ബി ഇസ് ഈക്വൽ ടു 12. സെറ്റ് ആണോ? റെഡി? അങ്ങനെയെങ്കിൽ അടുത്ത ബി ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എന്താണ് ബി ക്വസ്റ്റ്യൻ? ഒന്ന് നോക്കിക്കേ. ഫൈൻഡ് എ ബി. നമുക്ക് എ ബി കാണണം. p of x ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ്, 2 ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ്, അതായത് x മൈനസ് എ ഇൻറ്റു x മൈനസ് ബി പോലെ എഴുതിയാൽ a എന്താണ്, b എന്താണെന്നാണ് കാണേണ്ടത്. എടാ, വളരെ എളുപ്പമാണ്. നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്താണ് ആദ്യം നോക്കാം. നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്താ? x സ്ക്വയർ മൈനസ് 8x പ്ലസ് 12. ഇങ്ങനെ എഴുതുമ്പോ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്താൽ, ശ്രദ്ധിച്ചോ, എയും ബിയും മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 8 കിട്ടണം. കൂട്ടിയാൽ, എയും ബിയും കൂടി കൂട്ടിയാൽ മൈനസ് 8 കിട്ടണം. എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ, ഗുണിച്ചാൽ എത്ര കിട്ടണം? 12 കിട്ടണം. ക്ലിയർ ആണോ? എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടണം. എയും ബിയും കൂടി ആഡ് ചെയ്താൽ, കൂട്ടിയാൽ എത്ര കിട്ടണം? മൈനസ് 8 കിട്ടണം. അങ്ങനെയെങ്കിൽ അത് ഏതൊക്കെയായിരിക്കും സംഖ്യ? ഒന്ന് നോക്കിക്കേ. -6 -2, -6 -2 ചെയ്താൽ എന്താ ഉത്തരം കിട്ടുക? -8 ആണ് കിട്ടുക. ഇനി നോക്കിക്കേ, -6 ഇൻറ്റു -2, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? +12 ആണ് കിട്ടുക. അപ്പൊ നമുക്ക് ആ സംഖ്യകൾ കിട്ടി. എങ്ങനെയാണ്? -6 -2 ചെയ്താൽ എത്ര കിട്ടും? -8 കിട്ടും. അതേ -6 ഇൻറ്റു -2 ചെയ്താൽ എത്ര കിട്ടും? 12 കിട്ടും. അപ്പൊ രണ്ടെണ്ണം കൂടി കൂട്ടിയാൽ -8 കിട്ടി, രണ്ടെണ്ണം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ +12 കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തെഴുതാം? x മൈനസ് 6 ഇൻറ്റു x മൈനസ് 2 എന്ന് എഴുതാം. x മൈനസ് 6 ഇൻറ്റു x മൈനസ് 2 എന്ന് എഴുതാം. അതായത് ഈ കാണുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? x മൈനസ് 6 ഇൻറ്റു x മൈനസ് 2 എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അപ്പൊ ബി ക്വസ്റ്റ്യന്റെയും ആൻസർ ആയി. ഇനി സി ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമുക്ക് കാണാനുള്ളത്. എന്താ സി ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദി സൊല്യൂഷൻ p of x is equal to 0. p of x 0 ആവണം. എടാ, p of x 0 ആണെങ്കിൽ ശ്രദ്ധിച്ചേ, p of x is equal to 0 ആവണം. എന്താ p of x എന്താണ്? x സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 is equal to എന്ത് കിട്ടണം? 0 കിട്ടണം.
ഇനി ഒന്ന് നോക്കിക്കേ, എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 പകരം നമ്മൾ എഴുതിയത് എന്താ, എക്സ് മൈനസ് 6 ഇൻറ്റു എക്സ് മൈനസ് 2. അപ്പൊ അത് അവിടെ കൊടുക്കാൻ പോവാ. എന്താണ്, എക്സ് മൈനസ് 6 ഇൻറ്റു എക്സ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. എടാ എന്താ ഇതിനർത്ഥം എക്സ് മൈനസ് 6ഉം എക്സ് മൈനസ് 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടണം, 0. എടാ രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടണമെങ്കിൽ ആ രണ്ടെണ്ണത്തിൽ ഒരു സംഖ്യ എല്ലായ്പ്പോഴും എന്തായിരിക്കണം, 0 ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതാണ്, ഒന്നുകിൽ എക്സ് മൈനസ് 6 എന്താവും, 0 ആവണം, അല്ലെങ്കിലോ എക്സ് മൈനസ് 2 എന്താവണം, 0 ആവണം. എടാ രണ്ടെണ്ണം ശ്രദ്ധിച്ചോ, രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യ എന്താവണം, 0 ആവണം. അതൊന്നെങ്കിൽ എക്സ് മൈനസ് 6 0 ആവണം, അല്ലെങ്കിൽ എക്സ് മൈനസ് 2 എന്താവണം, 0 ആവണം. അപ്പൊ ഇവിടുന്ന് നമ്മൾ ആൻസറിലേക്ക് പോവാണ്. എക്സ് മൈനസ് 6 0 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു, ഈ മൈനസ് 2 അപ്പുറത്ത് പോയാൽ +2, അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പൊ പി ഓഫ് എക്സ് 0 ആണെങ്കിൽ എക്സിന്റെ സൊല്യൂഷൻസ് ഏതൊക്കെയാണ്, ഒന്നുകിൽ എക്സ് 6 ആവണം, അല്ലെങ്കിൽ എക്സ് എന്താവണം, 2 ആവണം. അങ്ങനെയെങ്കിൽ നമുക്ക് പി ഓഫ് എക്സ് എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 എന്ത് കിട്ടും, 0 കിട്ടും. ക്ലിയർ ആണോ? വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സെറ്റ് ആണെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഈ വീഡിയോയിലേക്ക് എത്താവൂ. കാരണം നമ്മൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ, ഓവറായിട്ടുള്ള എക്സ്പ്ലനേഷൻ തരുന്നില്ല, നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിങ് മാത്രമാണ് ചെയ്യുന്നത്. റെഡിയാണോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് നോക്കിക്കേ. സെയിം പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എന്താ, എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12. ഓക്കെ, ഇനി എന്താ ചോദിച്ചത്, റൈറ്റ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി. പി ഓഫ് എക്സിനെ അല്ലെ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്താണെന്ന് എഴുതണം. അത് നമ്മൾ പഠിച്ചതാ. എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്താ, എക്സ് സ്ക്വയർ മൈനസ് എ പ്ലസ് ബി എക്സ് പ്ലസ് 12 ആണ്. എന്താണ്, അപ്പൊ എ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്, എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്താണെന്നാ ചോദിച്ചത്, എക്സ് സ്ക്വയർ മൈനസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് 12. ഇതെങ്ങനെ കിട്ടുക, എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു മൈനസ് ബി, അതുപോലെ എ ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു മൈനസ് ബി. അത് സോൾവ് ചെയ്യുമ്പോഴാണ് ഇതേപോലത്തെ ഒരു ഇക്വേഷൻ കിട്ടിയത്. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് പഠിച്ചതാണ്. റെഡിയല്ലേ? ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ എന്താ, പി ഓഫ് എക്സ്, റൈറ്റ് പി ഓഫ് എക്സ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ട് എഴുതണം. നേരത്തെ നമ്മൾ ചെയ്ത സെയിം സാധനം തന്നെയാണ്, സെയിം പാറ്റേൺ തന്നെയാണ്. ഒന്ന് നോക്കിക്കേ, ബി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബി ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ, നമ്മുടെ പോളിനോമിയൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താ, എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12. ഇതിനിപ്പോ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്, എയും ബിയും കാണണം. ഏത് ഫോമിലേക്ക് എഴുതണം, എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്ന ഫോമിലേക്ക് ഇക്വേഷനെ മാറ്റി എഴുതണം. അതിന് നമുക്ക് എയും ബിയും കിട്ടണം. എടാ എയും കിട്ടണം, ബിയും കിട്ടണം. എന്താ എയും ബിയും, ആ എയും ബിയും കൂടി കൂട്ടിയാൽ -7 കിട്ടണം. എയും ബിയും കൂടി കൂട്ടിയാൽ -7 കിട്ടണം. എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ +12 +12 കിട്ടണം. എയും ബിയും കൂടി പ്ലസ് ചെയ്താൽ -7 കിട്ടണം. എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടണം, 12 കിട്ടണം. അങ്ങനെയെങ്കിൽ ഏതൊക്കെയായിരിക്കും ആ സംഖ്യ, ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയായിരിക്കും? എടാ -3 പ്ലസ് -4 ചെയ്താൽ -3 അല്ലെ, എന്താ കിട്ടുക, -3 -4 എത്ര കിട്ടും, രണ്ടും കൂടി കൂട്ടുക 7, ചിഹ്നം എന്ത് കൊടുക്കുക, മൈനസ് കൊടുക്കുക. സെറ്റ് ആണോ? അപ്പൊ രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ -7 കിട്ടി. ഇനി അതേ രണ്ട് സംഖ്യകൾ ഒന്ന് ഗുണിച്ചു നോക്കുക, -3 ഇൻറ്റു -4. എടാ രണ്ടും കൂടി ഗുണിച്ചാൽ 12 ആണ്. രണ്ടിന്റെയും ചിഹ്നം മൈനസ് ആണ്. രണ്ടിന്റെയും ചിഹ്നം മൈനസ് ആണെങ്കിൽ ഗുണിച്ചാൽ എന്ത് കിട്ടും, പ്ലസ് കിട്ടും. അപ്പൊ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ -7 കിട്ടണം. രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചാൽ എത്ര കിട്ടണം, 12 കിട്ടണം. അങ്ങനെയെങ്കിൽ ഏതൊക്കെയായിരിക്കും ആ സംഖ്യ? എ സമം എത്ര കിട്ടി, എ സമം നമുക്ക് കിട്ടി. അത് നമുക്ക് എങ്ങനെ എഴുതാം, അതിനെ നമുക്ക് x-3 ഇൻറ്റു x-4 എന്ന രീതിയിലേക്ക് മാറ്റി എഴുതാം. അപ്പൊ എന്താ നമുക്ക് മനസ്സിലായത്, എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 നമുക്ക് ഏത് രൂപത്തിലേക്ക് മാറ്റാം, x-3 ഇൻറ്റു x-4. എടാ ഇത് രണ്ടും കൂട്ടിയാൽ ഒന്ന് ശ്രദ്ധിച്ചേ, ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് -7 കിട്ടും. ഇത് രണ്ടും ഗുണിച്ചാൽ എന്ത് കിട്ടും, +12 കിട്ടും. റെഡിയാണോ? ഇതിലൊരു സി ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താ സി ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദി സൊല്യൂഷൻ. നമ്മളോട് സൊല്യൂഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്?
എടാ നമ്മളോട് സൊല്യൂഷൻ കാണണം. എന്തിന്റെ സൊല്യൂഷൻ? ഓഫ് ദി ഇക്വേഷൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. പി ഓഫ് എക്സ് എന്താവണം? 0 ആവണം. അങ്ങനെയെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചത്. സൊല്യൂഷൻ കാണാന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ കാണാം. എന്താണ്? പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എന്താ പി ഓഫ് എക്സ്? എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 ഇസ് ഈക്വൽ ടു എത്ര കിട്ടണം? 0 കിട്ടണം. എടാ ഇതിനെ നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ട്. എന്താ? എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4 ചെയ്താൽ എന്ത് കിട്ടണം? 0 കിട്ടണം. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ. എടാ രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 0 കിട്ടണമെങ്കിൽ, രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിട്ട് 0 കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് എന്താവണം? 0 ആവണം. എടാ ഒരു 0 കിട്ടണമെങ്കിൽ നമ്മൾ ഒരു സംഖ്യനെ 0 കൊണ്ട് ഗുണിച്ചാലല്ലേ 0 കിട്ടുക? 10 ഇൻറ്റു 0 0, 20 ഇൻറ്റു 0 0, അല്ലെങ്കിൽ 0 ഇൻറ്റു 20 0. അപ്പൊ രണ്ട് സംഖ്യകൾ ഗുണിച്ചിട്ട് നമുക്ക് 0 കിട്ടണമെന്നുണ്ടെങ്കിൽ ആ രണ്ടിലൊരു സംഖ്യ എന്താവണം? 0 ആവണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആ രണ്ട് സംഖ്യയിൽ ആദ്യം ഒന്നെങ്കിൽ എക്സ് മൈനസ് 3 എന്താവണം? 0 ആവണം. ഓർ അല്ലെങ്കിലോ എക്സ് മൈനസ് 4 എന്താവണം? 0 ആവണം. എടാ എക്സ് മൈനസ് 3 0 എന്ന് പറഞ്ഞാൽ എക്സ് സമം -3 അപ്പുറത്തേക്ക് പോയാൽ എത്ര കിട്ടി? +3 കിട്ടി. അതേപോലെ എക്സ് സമം -4 അപ്പുറത്തേക്ക് പോയാൽ എന്ത് കിട്ടി? +4 കിട്ടി. അപ്പൊ എക്സിന് നമുക്ക് രണ്ട് സൊല്യൂഷൻ കിട്ടി. ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ എക്സ് 3 ആവണം, അല്ലെങ്കിൽ എക്സ് എത്രയാവണം? 4 ആവണം. അപ്പൊ നമ്മൾ ഇന്ന് രണ്ട് ചോദ്യങ്ങളാണ് ചെയ്തത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ വളരെ ലളിതമായ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. ഈ ചാപ്റ്റർ വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. പക്ഷെ ഇതിന്റെ കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഇതിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പൊ എന്റെ മക്കൾ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ട് കൃത്യമായിട്ട് ഈ ചാപ്റ്റർ മനസ്സിലാക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റിവിഷൻ ക്വസ്റ്റ്യൻസും ഈ ചാനലിൽ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ ഗുഡ് ബൈ.